നമസ്കാരം. വാർത്താ നേരം ആരംഭിക്കുന്നു. കേരള വിഷൻ ന്യൂസ് വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെങ്ങും വിലക്ക് മറികടന്ന് BBC ഡോക്യുമെന്ററി പ്രദർശനം. തിരുവനന്തപുരത്ത് BJP പ്രതിഷേധത്തിൽ സംഘർഷം. സത്യമെന്നായാലും പുറത്തുവരുമെന്ന് രാഹുൽ ഗാന്ധി. JNU സർവകലാശാലയിൽ പ്രദർശനം തടഞ്ഞു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറ്. ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയ ഹൈക്കോടതി അഭിഭാഷകനെതിരെ ഗുരുതര കണ്ടെത്തൽ. 3 ജഡ്ജിമാരുടെ പേരിൽ വൻതോതിൽ പണം കൈപ്പറ്റിയെന്ന് ഹൈക്കോടതി വിജിലൻസ്. സൈബി ജോസ് 72 ലക്ഷം കൈപ്പറ്റിയെന്ന അഭിഭാഷകരുടെ മൊഴി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ ജപ്തി നടപടി നേരിട്ടവരുടെ സംഘടനയുമായുള്ള ബന്ധത്തിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണം. വസ്തുവകകളുടെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നും ഹൈക്കോടതി. ആളുമാറി നടപടി നേരിട്ട മലപ്പുറം സ്വദേശി യൂസഫ് കക്ഷി ചേരൽ ഹർജി നൽകി. ഓസ്കാർ വേദിയിൽ പ്രതീക്ഷയുണർത്തി SS രാജമൗലി ചിത്രം. നാട്ടുഗാനം മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഇടം പിടിച്ചു. ഇന്ത്യൻ ഡോക്യുമെന്ററി ഓൾ ദാറ്റ് ബ്രീത്ത്സ് ഫീച്ചർ പട്ടികയിൽ ഇടം നേടി. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിന് ശമ്പള കുടിശ്ശിക 8.5 ലക്ഷം രൂപ അനുവദിച്ചു. ശമ്പള മുൻകാല പ്രാബല്യത്തോടെ ശമ്പള വിവാദത്തിൽ ചിന്തയുടെ വാദം തെറ്റ്. തുക അനുവദിച്ചത് ചിന്ത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലെന്ന് സർക്കാർ ഉത്തരവിൽ. ന്യൂസിലൻഡിനെതിരായ പരമ്പര തൂത്തുവാരി ഇന്ത്യ. ഇൻഡോർ ഏകദിനത്തിൽ 90 റൺസ് വിജയം. ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാമത്.